കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങളാണ്. കർക്കിടക രാശിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം അഷ്ടമശനി എന്ന് പറയുന്ന തടസ്സക്കാരനായ ശനിയുടെ നിൽപ്പ് അവിടെ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പല കാര്യങ്ങളിലും ഇവർക്ക് ആദ്യം ഒരു തടസ്സമോ പ്രശ്നമോ മനപ്രയാസമോ ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട്. 9-ലെ രാഹുവും ഭാഗ്യത്തിന് തടസ്സമായി നിൽക്കുന്നു. എന്നാൽ 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതു ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയോജനം എന്ന് പറയുമ്പോൾ അത് ഗുണം എന്നുള്ളതല്ല, ഒരുപക്ഷെ മനസ്സിൻ്റെ ഏതെല്ലാം തരത്തിലുള്ള പ്രതിബന്ധങ്ങളെയും എതിർത്തു നിൽക്കാനുള്ള ശക്തിയും ഊർജ്ജസ്വലതയുമാണ് 3-ലെ കേതു ഇവർക്ക് സമ്മാനിക്കുന്നത്. സഹോദരന്മാരിൽ നിന്നോ അതുപോലെ നിലനിൽപ്പുള്ള അതുപോലെ വിലപിടിപ്പുള്ള ബന്ധങ്ങളിൽ നിന്നോ ഇവർക്ക് ഗുണമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. സാമ്പത്തികമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സഹകരണാടിസ്ഥാനത്തിലുള്ള സഹായമോ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്നാൽ സഹോദരന്മാർക്ക് അല്ലെങ്കിൽ ആത്മമിത്രങ്ങൾക്ക് അതുമല്ലെങ്കിൽ അടുത്ത രക്തബന്ധുക്കൾക്ക് ശാരീരികമായ അവശതയോ അപകട സാധ്യതയോ കാണുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. എടുത്തുചാട്ടവും പെട്ടെന്നുള്ള വികാരാധിക്യത്താൽ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ഒരുപക്ഷെ ഈ ഒരു ആഴ്ചയിൽ നല്ലതായിട്ട് തോന്നുന്നില്ല. ഏതെങ്കിലും തരത്തിലുള്ള മുറിവോ അപകട സാധ്യതകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അൾസറും അതുപോലെ അജീർണവും, അതായത് ഈ ദഹനക്കേടിന് പേരുകേട്ടവർ അല്ലെങ്കിൽ ദഹനക്കേടിൻ്റെ അസുഖമുള്ളവർ അവർക്കെല്ലാം തന്നെ ഈ ആഴ്ചയിൽ അതൊന്ന് മൂർച്ഛിക്കാനുള്ള സാധ്യത കാണുന്നു. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വയറിന് എന്തെങ്കിലുമൊക്കെ പ്രതിവിധികൾ ചെയ്യുക, മരുന്നുകൾ കഴിക്കുക എന്നുള്ളിടത്താണ്. ചില ശത്രുക്കൾ തങ്ങളുടെ മേൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഈ ഒരാഴ്ച കൂടുതൽ സജീവമാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളിലും വളരെ നയപരമായ സമീപനങ്ങൾ കൈക്കൊള്ളുന്നതായിരിക്കും നല്ലത്. യാത്ര ചിലപ്പോൾ തടസ്സപ്പെട്ടേക്കാം. എന്നാൽ മറ്റു ഗുണങ്ങൾ, പ്രവർത്തനങ്ങളിൽ ഇവർക്കുണ്ടാകുന്ന ചില വിജയം ഈശ്വരാധീനത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നതാണ്. തടസ്സപ്പെട്ടതിന് ഒടുവിൽ മാറ്റമുണ്ടാവുകയും അതിൽ വിജയമുണ്ടാവുകയും ചെയ്യുന്നു കാണുന്നു. സാമ്പത്തികമായ നേട്ടം തീർച്ചയായിട്ടും ഇവർക്കുണ്ട്. വലിയ തോതിൽ ഉണ്ടാകില്ലെങ്കിലും കൃത്യം കാര്യങ്ങൾ നടന്നു പോകുന്ന തരത്തിൽ സാമ്പത്തികമായൊരു ഭദ്രത ഇവർക്കുണ്ടാകും. ഭാഗ്യക്കേടിൻ്റെ ഒരു ആഴ്ച ഈ ആഴ്ചയും ഉണ്ട്, ഈശ്വരാധീനവുമുണ്ട്. അപ്പോൾ ഏകദേശം സമമാണ് ഭാഗ്യദോഷങ്ങൾ കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 3, 4 ആണ്.